കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇതേപോലെ കുറുകുറുന്നുള്ള കോഴി ഇറച്ചി കൊണ്ടുള്ള അച്ചാറാണ്. ഇത് നല്ലപോലെ ഉണ്ടാക്കി വെച്ച 5-6 മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ അച്ചാറാണിത്. ഞാനിവിടെ കോഴിയിറച്ചി അച്ചാർ ഉണ്ടാക്കാൻ എല്ലില്ലാത്ത 3/4 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി നന്നായിട്ട് മസാല കൂട്ടി വെക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് എരിവ് കുറയും. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം നനവൊന്നും ഇല്ലാത്തതുകൊണ്ട് മസാല നന്നായിട്ട് ഇതിൽ പിടിക്കുക. അതിനാ പറഞ്ഞത് ഇറച്ചി കഴുകി നല്ല വെള്ളം വാർത്തിട്ട് വേണം മസാല കൂട്ടാൻ. ഇപ്പോൾ എല്ലായിടത്തും മസാല ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കഷ്ണം പോലും മസാല ഇല്ലാത്തതില്ല. ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. നമ്മളിപ്പോൾ ഇറച്ചി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ലെണ്ണയാണ് ബെസ്റ്റ് കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അതുവരെ നമുക്ക് കത്തിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലിനി ഇറച്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഈ ഇറച്ചി നല്ലെണ്ണയിൽ പൊരിക്കുന്നത് എന്താന്ന് പറഞ്ഞാലേ, ഇത് കുറേ ദിവസം ഇരിക്കും. അതുകൊണ്ടാണ്, മാസങ്ങളോളം ഇരിക്കും. അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ പൊരിക്കുന്നത്. മറ്റേ എണ്ണകളിൽ പൊരിച്ച കഷ്ണങ്ങളുടെ ഉള്ളിലൊരു കാറൽ വരും. ഇതങ്ങനെ ഒന്നും വരില്ല, നല്ല സൂപ്പറായിട്ടിരിക്കും. അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ പൊരിക്കുക, നല്ലെണ്ണയിൽ അച്ചാറിടുക പറയുന്നത്. ഒന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് വേണം എടുക്കാൻ കേട്ടോ. പുറത്തൊരു നല്ലൊരു മുരിച്ചൊരു പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് എടുക്കണം. നമുക്കിനി ഇതെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് അതിൽ പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചിക്കൻ്റെ ഇറച്ചിയും ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യാം. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെക്കാം. ഇതെല്ലാ എണ്ണയും വേണ്ട. ഇതിലിപ്പോൾ ഒരു 1/2 കപ്പ് എണ്ണ ഉണ്ടാവും. ആ എണ്ണ നമുക്ക് മതിയാവും. നമുക്കിനി ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, തെറിക്കരുത്. ഇതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിൽ കളറും ഉണ്ടാവും, എരിവും കുറവുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക.
ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി മസാലകളുടെ പച്ചമണമൊക്കെ മാറട്ടെ. ഇത് മസാല ഇട്ട് ഇളക്കുമ്പോൾ ഒന്ന് ഇറക്കി വെച്ച് ഇളക്കണം, അല്ലെങ്കിൽ ചെറിയ തീ വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അടി കട്ടിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറക്കി വെക്കുക തന്നെ ചെയ്യണം. ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി മസാല ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ സുർക്ക ഒഴിച്ചത്. ഈ സമയത്താണ് ഉപ്പ് എരിവൊക്കെ പാകം നോക്കണേ. എരിവ് പോരാത്തവർക്ക് എരിവ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി പൊരിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇനി നമുക്കിതിൽ ലേശം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കായത്തിൻ്റെ പൊടി ഇടുമ്പോഴാണ് നമ്മുടെ അച്ചാറിൻ്റെ ശരിക്കുള്ള രുചിയും മണവും വരുന്നത്. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചൊക്കെ ഒന്ന് ചൂടായി അച്ചാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഈ അച്ചാർ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം കൂട്ടാൻ കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾക്ക് എത്ര ലൂസ് വേണോ അത്ര സുർക്ക ചൂടാക്കിയിട്ട് ചൂടോടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ അച്ചാർ പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഇത് നല്ലപോലെ ഉണ്ടാക്കി വെച്ചാൽ 5-6 മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാറാണിത്. അങ്ങനെ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മറ്റേ നാരങ്ങ അച്ചാറിനേക്കാളും നല്ല ബെസ്റ്റ് അച്ചാറാണ് ഇത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.